അന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും വിസ്മയെ കൊണ്ട് തന്നെ ആ പാട്ട് പാടിച്ചത് ഭാഗ്യമായി. വിസ്മയ പാടിയ പാട്ട് ഇപ്പൊ ഹിറ്റായിരിക്കുക. കൺഗ്രാചുലേഷൻസ് വിസ്മയ. താങ്ക് യു സർ. എന്റെ മോളുടെ അധ്വാനത്തിന് ഒടുവിൽ ഫലം ഉണ്ടായി. തീർച്ചയായും. വിസ്മയുടെ ശബ്ദം അതാ അതിന്റെ ഹൈലൈറ്റ്. മനസ്സിലിങ്ങനെ മഞ്ഞായി മഴയായി പെയ്തിറങ്ങുകയല്ലേ ആ സ്വരമാധുരി. ആ അതെ അതെ ശരിയാ. ശബ്ദം അതിന്റെ ഭംഗി നിലനിർത്താനായിട്ട് എന്റെ മോള് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാമോ? സ്പൈസിയായ ഭക്ഷണം കഴിക്കില്ല. എന്തിന്, അവൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം പോലും കഴിക്കാറില്ല. അല്ലേ മോളെ? അതെ അതെ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, വെളുപ്പിനെയുള്ള സാധകവും ഡെയിലിയുള്ള സംഗീത പ്രാക്ടീസും മുടക്കാറില്ല. അതിന്റെ ക്വാളിറ്റി ആ ശബ്ദത്തിൽ കാണാനുണ്ട്. ഐശ്വര്യമായിട്ട് വാങ്ങിക്കൊള്ളൂ. അടുത്ത പാട്ടിനുള്ള അഡ്വാൻസാ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് വിസ്മയുടെ അടുത്ത പാട്ടും സൂപ്പർ ഹിറ്റ് ആവും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി ശരി. അടുത്ത പാട്ടിന് അഡ്വാൻസ് വാങ്ങി. ഇനി ആ ശ്യാമെ പാടാൻ സമ്മതിപ്പിച്ചെടുക്കുന്ന കാര്യമാ പ്രയാസം. ഇനി സെന്റിമെന്റ്സിലൊന്നും അവള് വീഴില്ല. ക്യാഷ് കൊടുക്കണം. നമുക്ക് കിട്ടുന്നതിൽ കുറച്ചെങ്കിലും അവൾക്ക് കൊടുത്തേ പറ്റൂ. എന്നാലേ അവള് സമ്മതിക്കൂ. അത് വേണോ? അല്ലാതെ നമുക്ക് മറ്റു വഴി എന്തെങ്കിലും ആലോചിച്ചാൽ എന്താ? ക്യാഷ് കണ്ട അവളുടെ കണ്ണ് മഞ്ഞളിക്കും മമ്മി. അല്ലാതെ അവളുടെ കാല് പിടിച്ചിട്ട് ഇനി കാര്യമില്ല. എന്തായാലും അടുത്ത പാട്ടിന് ഇനി സമയമുണ്ടല്ലോ. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പോ പാട്ട് ഹിറ്റായ സന്തോഷത്തിന് നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ? ഐസ്ക്രീം കഴിക്കാനല്ലേ? അയ്യോ, ശബ്ദം തൊണ്ട കേടാവും. ശബ്ദം തൊണ്ടയൊക്കെ എനിക്ക് വേണ്ടി ശ്യാമ സംരക്ഷിച്ചോട്ടെ. ഇനിയും ഞാൻ അവളെ കൊണ്ട് പാടിക്കും. ഞാൻ ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുകയും ചെയ്യും. വാ. ശ്യാമേച്ചിയുടെ അഖിലേട്ടൻ്റെയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി അല്ലേ? അപ്പോ നാളെ ഇവിടെ നല്ല ആഘോഷമൊക്കെ കാണുമോ ചേച്ചി? വിവാഹ വാർഷികം അങ്ങനെ തന്നെ നടത്തേണ്ടതാ. പക്ഷേ നമുക്കതിന് കഴിയില്ലല്ലോ അപ്പോ. അതിനൊക്കെ നല്ല ചെലവ് വരും. എന്നാലും സാറിന് സർപ്രൈസ് ആയിട്ട് നല്ലൊരു ഗിഫ്റ്റ് എന്തായാലും കൊടുക്കണം. പക്ഷേ അതിനിപ്പോ എന്താ ഒരു വഴിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. ശരിയാ, അതിന് ശരിക്കും പൈസ വേണം. പക്ഷേ അതിപ്പോ ആര് തരാനാ? എടാ അപ്പോ എങ്ങനെയായാലും ഗിഫ്റ്റ് വാങ്ങിച്ചേ പറ്റൂ. നമുക്ക് അച്ഛനോട് ചോദിച്ചാലോ? നമ്മുടെ അച്ഛൻ്റെ കയ്യിൽ അത്രയും രൂപ എവിടെ നിന്നാ അപ്പോ? വീട്ടുകാര്യം തന്നെ നടത്താൻ അച്ഛൻ ബുദ്ധിമുട്ടാന്ന് നിനക്കറിയില്ലേ? പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ശ്രമിക്കാം. ഉണ്ണിക്കണ്ണൻ അങ്ങനെ ചേച്ചിയെ കൈവിടില്ല. ചേച്ചി പ്രാർത്ഥിക്ക്, കണ്ണനൊരു വഴി കാണിച്ചു തരും. അത്രയ്ക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാ ശ്യാമ ഇവിടെ വരാന്ന് സമ്മതിച്ചത്. ഇനി അവളെ പിടിച്ചാ കിട്ടില്ല. ഇനി തന്ത്രത്തിൽ വേണം ഒപ്പം നിർത്താൻ. ഇല്ലെങ്കിൽ എനിക്കാ പ്രശ്നം. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ശ്യാമയെ നേരിട്ട് കണ്ട് സന്തോഷം അറിയിക്കാനാ. ശ്യാമയുടെ പാട്ട് ഞാൻ കേട്ടു, അത്ഭുതപ്പെട്ടു പോയി. കൺഗ്രാറ്റുലേഷൻസ് ശ്യാമ. സന്തോഷം.
എന്തായാലും ആ പാട്ട് സൂപ്പർ ഹിറ്റ് ആവും ശ്യാമ, അത് ഉറപ്പാ. ദാ, ഇത് ശ്യാമയ്ക്കുള്ളതാ. എന്താ ഇത്? ഇത് എനിക്ക് കിട്ടിയ പ്രതിഫലം. ആ പാട്ട് ശ്യാമയാണല്ലോ പാടിയത്, അപ്പൊ ശരിക്കും അതിന്റെ പകുതി ക്യാഷ് ശ്യാമയ്ക്കുള്ളതാ. അതുകൊണ്ടാ ഇത് വാങ്ങിക്കോളൂ, ഞാൻ സ്നേഹത്തോടെ തരുന്നതാ. ഇപ്പോഴെങ്കിലും വിസ്മയ്ക്ക് ആ സ്നേഹം തോന്നിയല്ലോ, സന്തോഷം. എന്താ ഇപ്പൊ ഇങ്ങനെ പുതിയൊരു സന്തോഷം തോന്നാൻ? ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഗായികയാക്കിയത് ശ്യാമയാ. എന്തായാലും ആ നന്ദി എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും നാളും ഈ നന്ദിയൊക്കെ എവിടെയായിരുന്നു? അല്ല, മനസ്സിലാവാത്തോണ്ട് ചോദിച്ചതാ. ആ സൂയിസൈഡ് അറ്റംപ്റ്റിന് ശേഷം ഞാൻ ആകെ മാറി. ഇപ്പൊ ശ്യാമയുടെ മനസ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പാവം ശ്യാമ, ഞാനും മമ്മിയും ഒരുപാട് വിഷമിപ്പിച്ചു. എനിക്ക് മാത്രമല്ല, മമ്മിക്കും നല്ല വിഷമമുണ്ട്. അതൊക്കെ പറഞ്ഞ് ഞാനും മമ്മിയും ഒരുപാട് കരഞ്ഞു. ശ്യാമയെ ഫേസ് ചെയ്യാൻ പറ്റാത്തോണ്ടാ മമ്മി എന്റെ കൂടെ വരാഞ്ഞത്. അതെന്തായാലും നന്നായി. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. എല്ലാത്തിനും എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അതാ ഈ ക്യാഷ് ശ്യാമയ്ക്ക് തരുന്നത്. അല്ലാതെ വീണ്ടും എന്നെ കൊണ്ട് പാടിപ്പിക്കാനൊന്നും അല്ല അല്ലേ? അയ്യോ, പാടിക്കാനോ? എന്തേ ഒന്നും അറിയാത്തതുപോലെ? വിസ്മയ്ക്ക് വേണ്ടി വീണ്ടും എന്നെ കൊണ്ട് പാടിപ്പിക്കാനുള്ള തന്ത്രമല്ലേ എന്നാ ഞാനിപ്പോ ചോദിച്ചത്. ശ്യാമയും പശ്ചാത്താപത്തോടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞു വരുന്ന ഒരാളെ ഒരിക്കലും ഇങ്ങനെയൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കരുത് കേട്ടോ. ഹൃദയം പൊട്ടുന്ന വേദനയോടെ ഇപ്പൊ ഞാൻ ശ്യാമയുടെ മുന്നിൽ നിൽക്കുന്നേ. അയ്യോ, ഇതൊരു പബ്ലിക് പ്ലേസാ. ഇവിടെ വെച്ചൊന്ന് ഹൃദയം പൊട്ടല്ലേ, അത് പിന്നെ ഭയങ്കര പ്രശ്നവും. സ്നേഹത്തിന്റെയും കടപ്പാടിന്റെയും ഭീഷണിയുടെയും പേരിൽ എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇനിയും ശ്യാമയെ പറ്റിക്കാൻ കഴിയില്ലെന്ന് വിസ്മയ ചെന്ന് വിസ്മയുടെ അമ്മയോടൊന്നും പറഞ്ഞേക്കണം. വിസ്മയ ഇവിടേക്ക് വിളിച്ചപ്പോൾ ഞാൻ വന്നതേ നിന്നോടും അമ്മയോടും ഒരു പ്രത്യേക കാര്യം കൂടി പറയാനാ. ഇനി പഴയ എഗ്രിമെന്റ്, പാട്ട് എന്നൊന്നും പറഞ്ഞ് അമ്മയും മകളും എൻ്റെ അടുത്തേക്ക് വരരുത്. ഇനി ശ്യാമ പാടുന്നത് ഈ ശ്യാമയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. ഇനി പഴയ എഗ്രിമെന്റ്, പാട്ട് എന്നൊന്നും പറഞ്ഞ് അമ്മയും മകളും എൻ്റെ അടുത്തേക്ക് വരരുത്. ഇനി ശ്യാമ പാടുന്നത് ഈ ശ്യാമയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. ഓർമ്മയിരിക്കട്ടെ.
അയ്യോ അഖി വല്ലാണ്ട് മെലിഞ്ഞു പോയല്ലോ. ആകെ പ്രാകൃതമായി പോയി. അത്രയ്ക്ക് കഷ്ടപ്പാടാ ഇവിടെ അല്ലേ? ആ ശ്യാമയ്ക്ക് ഇവിടെ വന്ന് നിന്ന് സഹായിച്ചാൽ എന്താ? അഖിയെ കഷ്ടപ്പെടാൻ വിട്ടിട്ട് അവളവിടെ എന്തെടുക്കുക? ഇതൊന്നും എനിക്കിപ്പോ കഷ്ടപ്പാടായിട്ട് തോന്നുന്നില്ല. അഖി അങ്ങനെ പറയൂ. പക്ഷേ നല്ലൊരു ജീവിതം പാഴാക്കി കളയാ. പറഞ്ഞില്ലാന്ന് വേണ്ട. അഖി, നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാ. പോകുന്ന വഴി നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അല്ല, നാളെ വെഡിങ് ആനിവേഴ്സറിക്ക് അഖി ശ്യാമയ്ക്ക് എന്ത് ഗിഫ്റ്റാ കൊടുക്കുന്നേ? ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അരുൺ എനിക്ക് 1 lakhന്റെ ഡയമണ്ട് നെക്ലേസാ തന്നത്. അതിൽ കുറയാതൊരു ഗിഫ്റ്റ് ആക്കി ശ്യാമയ്ക്ക് കൊടുക്കണം. ആ ഞങ്ങള് ജ്വല്ലറിയിലേക്കാ. ആക്കി വരുന്നുണ്ടെങ്കിൽ കാറിൽ കയറിക്കോ. വേണമെങ്കിൽ ശ്യാമയും കൂടി വിളിച്ചോ. അവിടെ നല്ല സെലക്ഷനാ. നെക്ലേസ് സെലക്ട് ചെയ്യാൻ ഞാൻ സഹായിക്കാം. അത് വേണ്ട, നിങ്ങൾ പൊയ്ക്കോ. അഖി, ജീവിതം ഒന്നേ ഉള്ളൂ. ഓരോ നിമിഷവും അടിച്ചു പൊളിക്കണം. അങ്ങനെയാ ജീവിച്ചു തീർക്കേണ്ടത്. അയ്യോ, അത് ഞാൻ ഓർത്തില്ല. ഷോപ്പിംഗ് മോളിലും ജ്വല്ലറിയിലും ഒക്കെ പോണെങ്കിൽ ഈ വേഷം പറ്റില്ല. അതിന് ഞാൻ എങ്ങും വരുന്നില്ലല്ലോ. ആ, ഇപ്പൊ തോന്നുമ്പോ വരാനും പോവാനൊക്കെ ഇവിടെ കാറില്ലല്ലോ അല്ലേ? ആ, ഓട്ടോ വിളിക്കണ്ടേ? അതുകൊണ്ട് പറഞ്ഞതാ. ഐശ്വര്യം മതി. അഖി, എന്നാ ഞങ്ങൾ ചെല്ലട്ടെ. ശരി അഖി. അപ്പോ നാളെ ഡയമണ്ട് നെക്ലേസ് ഒക്കെ ഇട്ട് ശ്യാമയോട് അടിപൊളിയായിട്ട് വരാൻ പറയണേ. ഓക്കെ? മതി. അഖി, ശരിടാ. നാളെ ശ്യാമയ്ക്ക് എന്ത് സമ്മാനം കൊടുക്കുക? 1000 രൂപ പോലും തികച്ചില്ല. നാളെ ഉറപ്പായും ശ്യാമയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് കൊടുക്കണം. ആ ചേച്ചി, ഒരു വഴിയുണ്ട്. എന്ത് വഴി? അടിച്ചു മാറ്റുന്നു. എന്ത്? ക്യാഷ്. മനസ്സിലായില്ല. അഖിലേട്ടന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ ചേച്ചിക്ക് രൂപ വേണം. അതിന് നമ്മൾ അടിച്ചു മാറ്റുന്നു. എന്താന്ന് വെച്ചാ തെളിച്ച് പറയാപ്പോ. ചേച്ചിക്ക് ട്യൂഷൻ അഡ്വാൻസ് കിട്ടിയ രൂപ ജയന്തി എടുത്തിട്ട് കയ്യിലല്ലേ? നമുക്കത് അടിച്ചു മാറ്റാന്നാ പറഞ്ഞേ. അതൊന്നും വേണ്ട. സാരമില്ല, എന്തായാലും അത് ചേച്ചിയുടെ രൂപയല്ലേ. ആയിക്കോട്ടെ. പക്ഷെ ആരും കാണാതെ നമ്മൾ ഒന്നും എടുക്കുന്നത് ശരിയല്ല. നമ്മുടെ അച്ഛൻ അങ്ങനെയാണോ അപ്പുനെ പഠിപ്പിച്ചിരിക്കുന്നത്? അല്ലല്ലോ. സോറി ചേച്ചി, ചേച്ചിയുടെ വിഷമം കണ്ടപ്പോ പറഞ്ഞു പോയതാ. സാരമില്ല. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കുകയേ ചെയ്യരുത്, കേട്ടല്ലോ? ഇല്ല ചേച്ചി. നമുക്കേ നേരായ വഴി എന്തെങ്കിലും നോക്കാം. എന്താ? ആ ചേച്ചി, എന്നാ നമുക്ക് ജയന്തി എടുത്തിയോട് നേരിട്ട് ചോദിച്ചാലോ? രൂപ പലിശ ചേർത്ത് തിരിച്ചു കൊടുക്കാന്ന് പറയണം. അത് ഉറപ്പില്ല. എന്നാലും വേറെ വഴിയില്ലല്ലോ. നോക്കാം. തിരിച്ച് കൂടുതൽ പൈസ കിട്ടുമെന്ന് കേൾക്കുമ്പോ ജയന്തി എടുത്തി സമ്മതിക്കും. എനിക്ക് ഉറപ്പുണ്ട്. അല്ല, ശരത്തൊന്നും പറഞ്ഞില്ല. 10,000 ഇല്ലെങ്കിൽ സാരമില്ല,
തൽക്കാലം 5000 ആയാലും മതി. അതും ഇല്ലെന്നോ? ശരി, ആയിക്കോട്ടെ. ബെസ്റ്റ് ഫ്രണ്ട്സ്, ഞാൻ കുറെ സഹായിച്ചിട്ടുള്ളതാ. ഇപ്പോ എനിക്കിങ്ങനൊരു അവസ്ഥ വന്നപ്പോ ആരെ വിളിച്ചിട്ടും അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല. എങ്ങനെ ശ്യാമയ്ക്ക് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം? അതിനിപ്പോ എന്തോ ഒരു വഴി. ലിസ്റ്റിലുള്ള പച്ചക്കറി എടുത്തു വെച്ചോ? ആ, ദേ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ആ, വണ്ടി ഇപ്പൊ വരും, അങ്ങോട്ടെടുത്തു വെക്കാം. ഹലോ, എന്താ അവനും വരില്ലേ? നാളെ 11-നാ മുഹൂർത്തം. അതിനു മുമ്പ് ഇല വെക്കണം. അവൻ കാരണം ഞാൻ തല്ലി വാങ്ങിക്കൂ. ഇനി ഇപ്പൊ പെട്ടെന്ന് ഞാൻ ആരെ ഒപ്പിക്കാനാ? ആകെ പെട്ടുപോയല്ലോ ഈശ്വര. എടാ, മറ്റാരെങ്കിലും വിളിക്ക്, 5000 രൂപ കൊടുക്കാം. എന്താ ചേട്ടാ, എന്താ പ്രശ്നം? ഒരുത്തൻ പാചകത്തിന് സഹായിക്കാൻ വരാമെന്ന് ഉറപ്പ് തന്നിരുന്നതാ. ഇപ്പൊ വിളിച്ചു പറയുന്നു വരില്ല എന്ന്. ഇപ്പൊ പാചകം തുടങ്ങിയാലേ നാളെ വെളുപ്പിനെങ്കിലും തീരുള്ളൂ. അത്യാവശ്യത്തിന് 5000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനും ആളില്ല. ഈ അവസാന നിമിഷത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, സഹായിയായിട്ട് ഞാൻ വന്നാ മതിയോ? ആ 5000 രൂപ എനിക്ക് തരുമോ? മുൻപരിചയമുണ്ടോ? മുൻപരിചയം? ആ, സാരമില്ല, വന്നോളൂ. ഉറക്കൊഴിയേണ്ടി വരും. പിന്നെ കരിയും പുകയും ചൂടും എല്ലാം സഹിക്കാൻ പറ്റുമെങ്കിലേ ഏൽക്കാവൂ. അതൊന്നും സാരമില്ല. എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് പറഞ്ഞാ മതി, ഞാൻ ചെയ്തോളാം. റാസ് ഓഡിറ്റോറിയത്തിലാ. 1 മണിക്കൂറിനാ അവിടെ എത്തണം. അതിനെന്താ, ഞാൻ ഈ കട അടയ്ക്കേണ്ട താമസേ ഉള്ളൂ. എന്നാ അടച്ചോ. ആ ആ, ചേച്ചിയുടെ കയ്യിൽ നിന്ന് ജയന്തെടുത്ത് അടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന രൂപയല്ലേ അത്? എന്നിട്ടും നമ്മൾ ചോദിച്ചിട്ട് തരുന്നില്ലല്ലോ. ജയന്തെടുത്ത് ചോദിച്ച പലിശ കൊടുക്കാം എന്ന് സമ്മതിച്ചു, എന്നിട്ടും ഒരു രൂപ തരില്ല. ഇനി എന്ത് ചെയ്യാനാ ചേച്ചി? എനിക്കൊന്നും അറിയില്ല അപ്പു. ജയന്തെടുത്ത് പൈസ തരണമെങ്കിൽ സ്വർണ്ണമാലയോ വളയോ സെക്യൂരിറ്റി കൊടുക്കണമെന്ന്. അങ്ങനെ അവള് പറഞ്ഞോ? അത് മാത്രമല്ല, ജോലിയും കൂലിയും ഇല്ലാത്ത നീ എങ്ങനെ രൂപ തിരിച്ചു തരാനാ? നിന്റെ അഖിലിന് ഒരു ഗതിയും ഇല്ലല്ലോ എന്നും പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു. ഞങ്ങളുടെ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറിയാ. അപ്പോ എനിക്ക് പറ്റുന്ന രീതിയിലൊരു ഗിഫ്റ്റ് അഖിൽ സാറിന് കൊടുക്കാനുള്ളതാ. പല വഴിയും നോക്കി. എനിക്കതിന് വിധിയില്ല. ഇതെന്റെ താലിമാലയാ, സ്വർണ്ണ. ഇത് വെച്ചോ. അമ്മേ, അതൊന്നും വേണ്ട, അതൊന്നും ഊരരുത്. ഇതിപ്പോ കഴുത്തി കിടന്നിട്ട് എന്താ? താലി ഞാൻ ഒരു ചരടെ കോർത്ത് കെട്ടിക്കോളാം, സാരല്ല. വേണ്ട അമ്മേ, അതൊന്നും വേണ്ട. മോളെ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ തന്നെ ഇവളുടെയൊക്കെ മുന്നിൽ എന്തിനാ ഇരക്കുന്നേ? നീ ഇത് വിൽക്കോ പണയം വെക്കോ എന്താന്ന് വെച്ചാ ചെയ്യ്, കാര്യം നടക്കട്ടെ. അത് വേണ്ട. ഇതെന്റെ അച്ഛൻ കിട്ടിയ താലിയാ. അതെന്നും ഈ കഴുത്തിൽ തന്നെ ഉണ്ടാവണം. എന്റെ കണ്ണിന് ഇതെല്ലാം കാണുന്നുണ്ട്. ഒടുവിൽ എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരും. അത് മതി. നമസ്കാരം ജി കെ സാറേ. നമസ്കാരം. മോളെ ശ്യാമേ, ജി കെ സാർ വന്നു. പാട്ട് ഹിറ്റാ. നമസ്കാരം. 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 കൃഷ്ണ തുളസി എന്ന ശ്യാമയുടെ പാട്ട് ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ശ്യാമയെ നേരിട്ട് അഭിനന്ദിക്കാനാ ഞങ്ങൾ വന്നത്. എല്ലാം ഭഗവാന്റെ കാരുണ്യാണ് സർ. അത് മാത്രമല്ല ഞങ്ങളുടെ വരവിന്റെ ഉദ്ദേശം. ഞങ്ങളുടെ പുതിയ പാട്ട് അത് കൃഷ്ണ തുളസി എന്ന ശ്യാമ തന്നെ പാടണം.
ശ്യാമയ്ക്ക് എതിർപ്പൊന്നുമില്ലല്ലോ. അയ്യോ സന്തോഷമുള്ളൂ സർ. നിങ്ങൾ രണ്ടുപേരും എന്നോട് കാണിച്ച കാരുണ്യം അത് ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നാൽ അഡ്വാൻസ് കൊടുത്തോളൂ. ദാ, ഇതും ഐശ്വര്യമായി മേടിച്ചോളൂ. അടുത്ത നമ്മുടെ പാട്ടും ഇതിനേക്കാൾ ഹിറ്റാകട്ടെ.